ജീത്തു ജോസഫും ദിലീപും വീണ്ടും ഒന്നിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ. ജീത്തു ജോസഫ് തന്നെയാണ് ഇക്കാര്യം ഒരു അഭിമുഖത്തിനിടെ വെളിപ്പെടുത്തിയത്. അടുത്തിറങ്ങിയ പടമൊക്കെ പൊട്ടിപ്പാളിസായിരിക്കുന്ന ദിലീപിന് പ്രതീക്ഷ നൽകുന്നതായിരിക്കും ഈ സിനിമ. ജീത്തു ജോസഫ് സിനിമകൾക്കായി ആകാംക്ഷയോടെയും കൗതുകത്തോടെയുമാണ് മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപും ഒത്തൊരു സിനിമയിലും പ്രേക്ഷകർക്ക് അതേ പ്രതീക്ഷയാണുള്ളത്. ദിലീപും ഒത്ത് സിനിമ ആലോചനയിലുണ്ടെന്നും ഉടനെ തന്നെ ഉണ്ടാകുമെന്നും ജീത്തു പറയുന്നുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് ആയിട്ടില്ല. സ്ക്രിപ്റ്റ് ആയാൽ മാത്രമേ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റൂ. എന്തായാലും അത്തരമൊരു സിനിമ ആലോചനയിൽ ഉണ്ടെന്ന് തന്നെയാണ് ജീത്തു ജോസഫ് വ്യക്തമാക്കിയിട്ടുള്ളത്. ദിലീപുമായി സംസാരിച്ചതിനെ പറ്റി അഭിമുഖത്തിൽ ജീത്തു ജോസഫിനോട് അവതാരകൻ സൂചിപ്പിച്ചപ്പോഴാണ് സംവിധായകൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ജീത്തുവിന്റെ പുതിയ സിനിമയായ നുണക്കുഴിയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖമായിരുന്നു ഇത്. അതേസമയം നേരത്തെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രത്തിലാണ് ഇരുവരും ഒരുമിച്ചത്. എന്നാൽ പുതിയ സിനിമയിൽ എന്തുതരം കഥാപാത്രമായിരിക്കുമെന്നും കഥ എന്തായിരിക്കുമെന്നും ഒക്കെ ആകാംക്ഷയോട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. ദിലീപിന്റെ സമീപകാല സിനിമകളൊക്കെയും പരാജയമായതുകൊണ്ട് ജീത്തു ജോസഫ് ഒരു ഹിറ്റ് സിനിമ ദിലീപിന് സമ്മാനിക്കുമെന്നും കരുതപ്പെടുന്നു. അതിനൊക്കെ അപ്പുറത്ത് ജീത്തു ജോസഫ് സിനിമകൾ ഒരിക്കലും പ്രേക്ഷകരെ നിരാശരാക്കില്ല എന്ന് ഉറപ്പുമുണ്ട്. സമീപകാലത്ത് ദിലീപ് സിനിമകളൊന്നും OTTക്ക് പോലും വേണ്ടെന്ന അവസ്ഥയിലാണുള്ളത്. ഏറ്റവും ഒടുവിലിറങ്ങിയ 3 ചിത്രങ്ങളും OTT പ്ലാറ്റ്ഫോമുകൾ ഇതുവരെയും വാങ്ങിയിട്ടില്ല. ദിലീപ് നായകനായെത്തിയ പവി കെയർടേക്കറും ബാന്ദ്രയും തങ്കമണിയും ഒക്കെ ഒരു OTT പ്ലാറ്റ്ഫോമുകാരും വാങ്ങാൻ തയ്യാറായിട്ടില്ല. അതേസമയം അണിയറയിലൊരുങ്ങുന്ന ചില സിനിമകൾ ദിലീപിന് വലിയ പ്രതീക്ഷ നൽകുന്നവയാണ്. D150 എന്ന് താൽക്കാലികമായി പേര് നൽകിയിട്ടുള്ള സിനിമയാണ് അതിലൊന്ന്. ദിലീപിന്റെ 150ാമത്തെ ചിത്രവും മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ നിർമ്മാണ ചിത്രവുമാണിത്. ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപ് കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിക്കുന്ന ചിത്രവും കൂടിയായതുകൊണ്ട് ഈ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഏറെയുണ്ട്. ഉപചാരപൂർവം ഗുണ്ടജയൻ, നെയ്മർ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത്. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ടീമിന്റെ ഭ ഭ ഭ എന്ന ചിത്രമാണ് പ്രതീക്ഷ നൽകുന്ന മറ്റൊന്ന്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭ ഭ ഭ. താരദമ്പതിമാരായ നൂറിൻ ഷെരീഫും ഫാഹിം സഫറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം ഒരു മാസ് എന്റർടൈനർ ആണെന്നാണ് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. വമ്പൻ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഗോകുലം മൂവീസിന്റെ ബാനറും ഈ പ്രോജക്റ്റിന്മേൽ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഈ സിനിമകൾക്ക് പുറമെ പറക്കും പപ്പൻ, പേരിടാത്ത മറ്റു ചില സിനിമകളും എന്നിവയും അണിയറയിൽ ദിലീപിന്റേതായി ഒരുങ്ങുന്നുണ്ട്.